ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കുന്നത് കിങ് ഫിഷ് ചുക്കയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എങ്ങനെ തയ്യാറാക്കുന്നത്. ഗ്രാം കഷ്ണിച്ച കിങ് ഫിഷ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയാണ്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് പാകത്തിന്. ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ്. ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ നമ്മളൊരു 1 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു, മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. മീനെല്ലാം വറുത്ത് കോരിയെടുത്തപ്പം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മളൊരു 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒരു 3-4 കീറിയത് അത് ഇട്ട് കൊടുത്തു. ശകല ഉപ്പോടെ ഇട്ട് കൊടുത്ത് പാകത്തിന്. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഉലുവാപ്പൊടിയാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. മീനിൽ നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കത്തില്ല. ഇത് ചുക്ക വെക്കുന്നതുകൊണ്ടാണ് ഗരം മസാല നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്, ഒരു 2 ടേബിൾ സ്പൂണ്. മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. 2 തക്കാളി കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ വഴണ്ട് വരണം. തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. പുളിവെള്ളത്തിൽ അരച്ചെടുത്താണ്, പുളി വെള്ളത്തിൽ. അതൊരു 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഗ്രേവി എല്ലാം അതിലൊന്ന് പിടിച്ച് ഇതിനെയൊന്ന് നമുക്കൊരു 10 മിനിറ്റ് വെച്ചൊന്ന് മസാലയെല്ലാം പിടിക്കത്തക്കോണം അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ.
ഇപ്പം ചുക്ക റെഡി ആയി കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസുകളൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരേക്കും സ്റ്റേ സേഫ്. ബൈ.